ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞങ്ങളിതാ സാധാരണ 5 മണിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 7 മണി, 2 മണിക്കൂർ ലേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ പിള്ളേർ സെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് പോണത്, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ലെറ്റ്സ് എൻജോയ് അവർ ട്രിപ്പ്. നമ്മൾ റെഡിയായി, പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഒരു നേരമായി ആൻഡ് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ഇന്നലെ കിടന്നത്. ഞങ്ങളൊരു 12:30 ആയി കിടന്നുറങ്ങിയപ്പോൾ. അപ്പം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി ഡിലേ, ഒരു 2 hours ഡിലേ ആയി. കാരണം പിള്ളേരൊക്കെ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഇച്ചിരി ഡിലേ ആയി. ഞങ്ങൾ 5:30 ആയപ്പോൾ എണീറ്റു. 5:30 അല്ല 5:15 ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏത് റൂട്ടാണ് പോണേ? നമ്മൾ മൂവാറ്റുപുഴ റൂട്ടാണ് പോകാനായിട്ട് റൂട്ട് സെറ്റ് ചെയ്തേക്കണം. ആലുവയിൽ നിന്നാണെങ്കിൽ നമ്മൾ കോതമംഗലം വഴി പോകുമായിരുന്നു. ഇപ്പം കൊച്ചിയിലായതുകൊണ്ട് നമുക്ക് മൂവാറ്റുപുഴ വഴി. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര മണിക്കൂറുണ്ട്? ഏകദേശം 6 hours അല്ലേ? ഓൾമോസ്റ്റ് 6 hours. ഇപ്പം 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾക്കിനി നേരെ പോയി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗ്യാസ് കയറി ഭ്രാന്താവും. ഇന്നത്തെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് കേൾ ലൈഫ് സ്റ്റോറീസ്. ദേവ് പറഞ്ഞേ, കേൾ ലൈഫ് സ്റ്റോറീസ്. ഫുഡ് കഴിക്കാം, നൈസായിട്ടല്ല, ഹെവി ആയിട്ട്. ഓക്കെ, എന്നാൽ ഹെവി ആയിട്ട് രാവിലെ തന്നെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാം. സാധാരണ നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ള ഫുഡ് വെജ് ഫുഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സീനാവും. അതുകൊണ്ട് ഞങ്ങൾ തേവരയിലുള്ള ശരവണഭവൻ ഹോട്ടലിൽ കയറി നേരെ മസാല ദോശ, ഗീ റോസ്റ്റ്, ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ എന്താ പറയുക, ലോങ് ഡ്രൈവ് ആണല്ലോ. അപ്പം നമ്മൾ ഒന്ന് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നേരെ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് തന്നെയാണ് രാവിലെ പോയത്, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ഭാഗ്യമാണ്.
ഏട്ടാന്ന് വെറുതെ ഇവിടെ കൈയൊക്കെ കാണിക്കണ്ട. അവിടെ നോക്കി ചുരം കയറുന്നതിന് മുന്നേ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ട് ഒന്ന് വോമിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് നേരെ തന്നെ നല്ല റെഡ് കളറുള്ള ചാമ്പയ്ക്ക. പിന്നെ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, ചാമ്പയ്ക്ക, മാങ്ങ, ജാതിക്ക അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടാൻ നമുക്ക് തോന്നില്ല. അതുകൊണ്ട് നൈസായിട്ട് തൊട്ടടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചാമ്പയ്ക്കയും പൊട്ടിച്ച് അതും തിന്ന് പിന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പണ്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ചെറിയ മഴയൊക്കെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വട്ടവടയിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഉള്ള പിറ്റേ വീക്കിലാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. കാരണം നമ്മൾ മുൻകൂട്ടി ഒരു റിസോർട്ടിൽ ബുക്കൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് എന്താണെങ്കിലും ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ തോന്നില്ല. കാരണം അറിയാലോ, നമ്മൾ ഇത്രയും ഡെയിലി സെയിം റൊട്ടീനിൽ ജോബും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ട്രിപ്പൊന്നും ക്യാൻസൽ ചെയ്തില്ല. നമ്മൾ മൂന്നാർ എത്തിയിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ ഈ കുരങ്ങന്മാരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ എത്തി ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ എടുക്കാൻ പറഞ്ഞോട്ടോ. പക്ഷേ നമ്മളവിടെ കയറിയപ്പോഴേക്കും നല്ല വ്യൂ, ആംബിയൻസ് മീൻസ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഈ പുഴയുടെ അങ്ങറ്റത്ത് കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പയ്യെ ഇറങ്ങിയായിരുന്നു. ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ, ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മെയിൻലി കാണാൻ ആഗ്രഹിച്ച ഒരു ആളെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റി നമുക്ക്. കാരണം രാഹുലേട്ടൻ ആനപ്രാന്തനായതുകൊണ്ട് തന്നെ രാഹുലേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പോണ വഴിക്ക് പറയാം ഒരു ആനയൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ആട്ടാട്ടി, കാരണം പിള്ളേരായിട്ടൊക്കെ പോകുമ്പോൾ ആന ഇറങ്ങി വരല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ പുള്ളി പ്രാർത്ഥിക്കണ നേരെ ആന വന്നിരുന്നെങ്കിൽ എന്നായിരുന്നു. പക്ഷെ ആനനെ കണ്ടു, നല്ല രസമാണ്. കാരണം ഇതുങ്ങൾക്ക് വേണ്ടി മാത്രം വളർത്തിയിരിക്കുന്ന പുല്ലും എന്താ പറയുക ലീഫും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഫോറസ്റ്റിൽ നിന്ന് തന്നെ മെയിൻലി അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പോകുന്ന വഴിക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് വന്നാലും വണ്ടി സ്ലോ ചെയ്യാനോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനോ പാടില്ല എന്ന് അവരുടെ സൈഡിൽ നിന്ന് ഇൻഫോർമേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല പോകുന്ന റൂട്ടിലുള്ള എല്ലാവർക്കും അതുണ്ട്. പുള്ളിയെ കണ്ട സ്ഥിതിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാതെ പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നേരെ പിന്നെയും ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയപ്പോഴായിരുന്നു ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്.
നമ്മൾ അവിടെയും കയറി. കാരണം കുറേ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ നന്നായിട്ട് എക്കോ അടിക്കുന്നുണ്ടായിരുന്നു അവിടെ. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും നല്ല രീതിക്ക് എക്കോ അടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റും ആളുകളുണ്ടായിരുന്നു, ഇപ്പുറത്തും ആളുകളുണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു, കുറേ റീൽസ് എടുത്തു. പിന്നെ ആ സമയത്ത് തന്നെ മൈക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. മൈക്ക് കാറിനകത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. വട്ടവടയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് വണ്ടി എന്താണെന്നാണെങ്കിലും വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് വണ്ടി നിർത്താൻ പാടില്ല എന്ന് മെയിൻലി ഇവിടെ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കുറേ പിള്ളേരെ, നമ്മളുടെ എന്താ പറയുക, ബൈക്കിനൊക്കെ വരുന്ന പിള്ളേരുണ്ടല്ലോ, അവരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിർത്തിയില്ല. കാരണം റിസ്ക് എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് റിസ്ക് എടുത്താൽ പോണേ. കാരണം മഴയാണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ഇങ്ങനത്തെയും കൂടി കേസ് വന്നു കഴിഞ്ഞാൽ സീനാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എവിടെയും വണ്ടി നിർത്തിയില്ല. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് നിറച്ചു കുരങ്ങന്മാരായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ സ്ലോ ആക്കിയാൽ പോയത്. കാരണം ഇതുങ്ങളൊക്കെ പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിലോട്ടൊക്കെ ചാടുമെന്നൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ചേട്ടൻ നല്ല പയ്യെ പോയിട്ടുണ്ടായിരുന്നേ. നല്ലായിരുന്നു. കുഞ്ഞു മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു. പക്ഷേ നമ്മൾ പോയി റിട്ടേൺ വരുന്നത് വരെ മഴയെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നമ്മളുടെ എറണാകുളത്തൊന്നും മഴ പെയ്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയപ്പോൾ മഴയായിട്ട് പോയി. പക്ഷെ അവിടെയും മഴ പെയ്തില്ല, ഇവിടെയും മഴ പെയ്തില്ല. തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി. ഓഫീസിൽ പോകുന്നത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ ഇടിച്ചു പൊളിച്ച് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ മഴ നിന്നിട്ടില്ല. എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. സ്ട്രോബെറി വാങ്ങിക്കാം. അത് കൂടാതെ മൂന്നാറിലെ അയ്യോടാ സൈഡിലൊക്കെ സൂപ്പർ വ്യൂ ആണ്. ഇതെന്തോ ചെടിയാണോ? കൊള്ളാലേ കാണാൻ. പച്ചക്കറി സ്ട്രോബെറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേവുന് അകത്തൊക്കെ സ്ട്രോബെറീസ് ഉണ്ടറാ. ആക്ച്വലി ഇത് സ്ട്രോബെറീസ് ഉണ്ട്, പക്ഷെ അത് അത്ര ഇത് സത്യത്തിൽ ഒരു സ്ട്രോബെറി ഫാം എന്ന് മീൻസ് ഫുള്ളി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. സ്ട്രോബെറീസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ മൾബറി, കുഞ്ഞ് മറ്റേ പൂച്ചപ്പഴം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ അതുപോലത്തെ സൈസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ ബോക്സിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് വന്നിട്ട് നല്ല സൈസ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു വൈൻ കിട്ടി. വൈൻ വന്നിട്ട് അടിപൊളി വൈനായിരുന്നു. അപ്പോൾ നല്ല സ്ട്രോങ് വൈനായിരുന്നു. സ്ട്രോബെറിയുടെ വൈനാണെന്നാണ് അവർ പറയുന്നത്. ബട്ട് നല്ലായിരുന്നു, അത് നന്നായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ജാം അത്ര പോരായിരുന്നു. കാരണം വെച്ചാൽ നമ്മളുടെയൊക്കെ ഈ നാട്ടിലെ അടിപൊളി കിസാൻ ജാം ഒക്കെ ഇല്ലേ, അതുപോലെ ഇരുന്നേച്ചു. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഫൈനലി നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് റിസോർട്ടിലെ വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് വഴിയെ കാണാം. ബൈ ഫ്രം ലൈഫ് സ്റ്റോറീസ്.